അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് മുസ്ലിം സമൂഹം നല്ലൊരു ശതമാനം പണ്ഡിതന്മാരിൽ നിന്ന് അകന്നാണ് ജീവിക്കുന്നത്. അവർക്ക് പണ്ഡിതന്മാരൊന്നും ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ കാണുന്ന പഠനവും വിശ്വാസവും റീൽസുകളുമൊക്കെയാണ് എല്ലാവർക്കും താല്പര്യം. ഇത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഒരിത്തിരി ഈമാനെങ്കിലും കൽബിൻ്റെ അകത്തളത്തിലുണ്ടെങ്കിൽ നിർബന്ധമായി ഇത് നിങ്ങൾ ശ്രദ്ധിക്കുകയും ഇത് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണം. പണ്ഡിതന്മാരെ എതിർക്കുന്ന ഒരു വലിയ വിഭാഗം, അത് കാരണം എന്താണെന്ന് വെച്ചാൽ ലൈറ്റുകൾ, പണ്ഡിതന്മാരൊക്കെ ലൈറ്റുകളാണ്. ഇൽമ് എന്ന് പറഞ്ഞാൽ നൂറാണല്ലോ, പ്രകാശം. അത് കെടുത്തിയാലേ കള്ളന്മാർക്ക് കക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ഉന്നതന്മാരായ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുക, അവരെ ജനങ്ങളെ മുന്നിൽ നിസ്സാരവൽക്കരിക്കുക, എന്നിട്ട് പുതിയ ഒരു സെറ്റപ്പിലേക്ക് വരിക. ലൈറ്റ് കെട്ടുകഴിഞ്ഞാൽ കള്ളന്മാർക്ക് കക്കാൻ സുഖമാണെന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ദീൻ പറഞ്ഞു തരുന്ന ആലിമീങ്ങൾ, അത് EK വിഭാഗമായാലും AP വിഭാഗമായാലും നമ്മുടെ ആലിമീങ്ങൾ, അവരൊക്കെ നിസ്സാരവൽക്കരിച്ച് എന്നാൽ മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരെ പുകഴ്ത്തുകയാണ്. കാരണം അതിഞ്ഞ് വരൂലെന്ന് ഉറപ്പാണല്ലോ. ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ നിസ്സാരപ്പെടുത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്പെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ ഹദീസ് നിങ്ങൾ കേൾക്കണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുൻ ആലിമൻ, ഒന്നിരിക്കൽ നീ ഒരു പണ്ഡിതനാവ്. ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ നീ ഒരു ഇൽമ പഠിക്കുന്നവനാവ്. ഔ മുഹിബ്ബൻ, അല്ലെങ്കിൽ ഇൽമിനെയും ഇൽമിൻ്റെ അഖിലുകാരെയും സ്നേഹിക്കുന്നവനാകുക. ഔ മുസ്തമിയൻ, അല്ലെങ്കിൽ ഇൽമ് കേൾക്കുന്നവനാവ്. ഫലാത്തക്കുൻ ഖാമിസ, അഞ്ചാമത്തെ ഒരു വിഭാഗത്തിൽ നീ പെട്ടുപോകല്ലേ. സത്യത്തിൽ നാം ഇന്ന് അഞ്ചാമത്തെ വിഭാഗത്തിലാണുള്ളത്. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ നമ്മൾ അറിയണം. ചർച്ച ചെയ്യേണ്ട കാര്യമാണിത്. കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരെന്തു പറയുന്നു, അവിടെ പിന്നെ കമ എന്നൊരക്ഷരം പറയാതെ അവരെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് പണ്ഡിതന്മാരെന്തെങ്കിലും പറഞ്ഞാൽ എതിർക്കാൻ ഒരുപാട് ആളുകൾ, അതിനെ കുറ്റപ്പെടുത്താൻ, നിരൂപണങ്ങൾ കാണാൻ, നെഗറ്റീവുകൾ കാണാൻ ഒരുപാട് ആളുകൾ തയ്യാറാവുകയാണ്. വഹാബികളും ജമായത്തെ ഇസ്ലാമി തുടങ്ങിയ പുത്തൻ പ്രസ്ഥാനക്കാരും കള്ളവ്യാജ തെരീഖത്തുകാരും അവിടെയൊക്കെ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ ഉന്നതന്മാരായ പണ്ഡിതന്മാരൊക്കെ അടിച്ചു താഴ്ത്തുക. അവരൊക്കെ ജനങ്ങളെ മുന്നിൽ, സാധാരണക്കാരെ മുന്നിൽ ഒന്നും അല്ലാണ്ടാക്കുക. അപ്പോൾ ജനങ്ങൾ പണ്ഡിതന്മാരിൽ നിന്ന് അകലുമ്പോൾ ഈമാൻ തകർന്ന് നശിച്ചു പോകുക. റസൂലുള്ളാഹി തങ്ങളെ ഈ ഹദീസ് നിങ്ങൾ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ഒന്നിരിക്കൽ നീ ഒരു പണ്ഡിതനാവാൻ ശ്രമിക്കുക. അതിന് നിനക്ക് കഴിയില്ലെങ്കിൽ ഇൽമു പഠിക്കുന്നവനാവുക. ഇൽമു പഠിക്കുക എന്ന് പറഞ്ഞാൽ മേൽ മഹദിയില ലഹദി, എപ്പോഴും ഇൽമു പഠിക്കുക. അത് ഇൽമു പഠിക്കാൻ പ്രായമൊന്നുമില്ല. ഇൽമു പഠിക്കാൻ ഒരു പ്രായമില്ല. മിനൽ മഹദിയില ലഹദി, തൊട്ടിൽ മുതൽ മണ്ണറ വരേക്കും ഇൽമു പഠിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ ആ ഇൽമു പഠിക്കുകയും ആ പഠിച്ചത് ഒറ്റെങ്കിലും ഇൽമു കൽബിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വഴിപഴിച്ചു പോകാൻ പറ്റില്ല. കാരണം ഇൽമു ഇസ്ലാമിൻ്റെ ജീവനാണ്. അപ്പം ആലിമീങ്ങളാകുക, ഒന്നില്ലെങ്കിൽ ഇൽമു പഠിക്കുന്നവനാവുക. അതല്ലെങ്കിലോ ഇൽമിനെയും ഇൽമിൻ്റെ അഖിലുകാരെയും സ്നേഹിക്കുന്നവനാവുക. അല്ലെങ്കിൽ ഇൽമു പറയുന്നത് കേൾക്കുക. നമുക്കതിന് നേരമില്ല. നമ്മളിന്ന് സോഷ്യൽ മീഡിയയിൽ കുറ്റം പറയണതോ ആക്ഷേപിക്കുന്നതോ ഏറ്റവും ഇൻട്രസ്റ്റഡായ കാര്യങ്ങളാണ് നമുക്കൊക്കെ ഇൻട്രസ്റ്റ്. ഇപ്പം എന്നെപ്പോലുള്ള ഞാനൊന്നും പറയുന്നൊന്നും ഇൻട്രസ്റ്റുള്ള കാര്യമല്ല. അതുകൊണ്ടുള്ള വ്യൂവേഴ്സ് വളരെ കുറയണത്.
കാരണം അത് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല, ഞങ്ങളെ കുറ്റപ്പെടുത്താനല്ല. സത്യത്തിൽ അതാണ് യാഥാർത്ഥ്യം. നേരെ മറിച്ച് വല്ല സ്ത്രീകളുടെ വല്ല വീഡിയോയോ അതല്ലെങ്കിൽ മറ്റു വല്ല എന്തെങ്കിലും രസം പിടിക്കുന്ന എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ഉള്ള എന്തെങ്കിലും ആണെങ്കിൽ അതിന് പെട്ടെന്ന് വ്യൂവേഴ്സ് കയറും, പെട്ടെന്ന് കാണികളങ്ങ് അടിച്ച് കയറുകയാണ്. മറ്റ് ദീനീ വിഷയങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ മനസ്സ് പറയാണ് അതൊന്നും ഫുള്ള് കേൾക്കണ്ട, അവിടെ കട്ടെ. കാരണം അതിനോട് ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുകയാണ്. ആ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നമ്മുടെ കൽബിൻ്റെ അകത്തളത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ശരിക്കും നമ്മൾ ഒരു വർക്ക്ഷോപ്പിൽ, നമ്മുടെ ശരീരത്തെ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ അത് നന്നാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. മനുഷ്യനായി ജീവിക്കണമെങ്കിൽ, മനുഷ്യത്വം നിലനിൽക്കണമെങ്കിൽ ഇൽമുണ്ടാകണം, ആലിമീങ്ങളെ സ്നേഹിക്കണം, ആലിമീങ്ങളെ പിന്നിൽ പാറ പോലെ അടിയുറച്ച് നിൽക്കണം. അങ്ങനെയാണ് കഴിഞ്ഞ കാലത്തുള്ള ജനങ്ങൾ, നമ്മുടെ ഉപ്പുപ്പന്മാരൊക്കെ അങ്ങനെയാണ് ജീവിച്ചത്. ഇന്ന് നമുക്ക് ഇൽമില്ല, ഇൽമിൻ്റെ ആളുകളൊക്കെ അടച്ചാക്ഷേപിക്കുക, അടച്ച് കുറ്റപ്പെടുത്തുക. ഇന്ന് സ്റ്റേജുകളൊക്കെ കയറി നിന്ന ഈ വിദഴി കക്ഷികളും കള്ളത്തെരീക്കത്തുകാരും ഉള്ള ആലിമീങ്ങളൊക്കെ പുച്ഛിക്കുകയാണ്, പരിഹസിക്കുകയാണ്, ഗീബത്ത് പറയാണ്. വിഷമാണെന്ന് മനസ്സിലാക്കണം. ആലിമീങ്ങളെ കുറ്റം പറയുന്നത് വിഷമാണ്. മൻ അറാദ സൂഉൽ ഖാത്തിമത്തി ഇബ്തലാഹുല്ലാഹു ബിലുഹൂമിൽ ഉലമാ. ആരെങ്കിലും ആലിമീങ്ങളെ കുറ്റം പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഉറപ്പിച്ചു കൊള്ളുക, അവൻ്റെ ആക്കിബത്ത് മോശമാണ്. ആക്കിബത്ത് മോശമായി അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആലിമീങ്ങളെ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കും, കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി ഇമാം പറഞ്ഞതാ, നിസ്സാര വിഷയമല്ല അത്. ശരീഅത്തില്ലാത്ത തെരീക്കത്തും എല്ലാം കൂടിയായി നശിക്കുകയാണ്. മൻറാമദുറൻ ലിസ്സഫീനതി യർകബു വയഗൂസു ബഹ്റൻ സുമ്മ ദുറൻ ഹസ്സല. അതിക്കയിൽ പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം മഹാനവറുകൾ പറഞ്ഞല്ലോ, എന്താണ് ശരീഅത്ത്, എന്താണ് തെരീക്കത്ത്, ഇതൊന്നും അറിയില്ല. ഇന്ന് എന്തെങ്കിലും വൈരാഗ്യമാണ്. വൈരാഗ്യം, വെറുപ്പും, ഹസദും, കിബറും, അതാണ് ഇന്നത്തെ തെരീക്കത്തുകളും നമ്മുടെയൊക്കെ അവസ്ഥ. അതാണ് മൻറാമ ദുർറൻ, ഒരു മുത്ത് കിട്ടണം. ഹക്കീക്കത്ത് എന്ന് പറഞ്ഞ മുത്താണ്. ആ മുത്ത് നമുക്ക് കിട്ടണമെങ്കിൽ ഇർക്കബു, കപ്പലിൽ അവൻ കയറണം. അതാണ് ശരീഅത്ത്. കപ്പലിൽ കയറിയിട്ട് എന്നിട്ട് യഗൂസു ബഹ്റൻ, അതാണ് തെരീക്കത്ത്. ബഹറിൽ മുങ്ങണം. അപ്പോൾ ശരീഅത്തൊക്കെ പരിപൂർണമായും പാലിച്ച് ഒരു കറാഹത്ത് പോലും ചെയ്യാതെ സൂക്ഷ്മമായി ജീവിച്ച ഖാദിരിയ, റിഫായിയ, നക്ഷബന്ദിയ, സുഹ്റവർദിയ തുടങ്ങിയ നല്ല നല്ല തെരീക്കത്തിൻ്റെ ആളുകൾ, മഹാന്മാരായ ആളുകളുണ്ട്. അവരാരും കുറ്റപ്പെടുത്തൂല. അവരുള്ള സമയം ദിക്റുകളൊക്കെ മേടിച്ചിട്ട് ചൊല്ലി മാനസിക ശുദ്ധിയാക്കുകയാണ്, മനസ്സിനെ ശരിക്ക് പാകപ്പെടുത്തുകയാണ്. അല്ലാഹുമ്മ അജ്അൽനാ ഫി ഖബ്ളത്തി മശായിഖന, മശായിഖന്മാരെ ഖബ്ളത്തിലാക്കണേ. കള്ള മശായിഖന്മാരല്ല, ഒറിജിനൽ അള്ളാഹു പൊരുത്തപ്പെട്ട മഹാന്മാരായ മശായിഖന്മാരെ ഖബ്ളത്തിലാക്കി ജീവിക്കണേ എന്ന് ദുആ ചെയ്യണമെന്നാണ്. അങ്ങനെ ഒരു മശായിഖനെ നിനക്ക് കിട്ടുന്നില്ലെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ഷെയ്ഖായിട്ട് അവിടത്തേക്ക് സ്വലാത്തുകൾ പെരുപ്പിക്കുക. അപ്പം നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ജീവിക്കണം. അവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ആഖിറം വരുന്നുണ്ട്. ഈ പച്ചത്തെറികളും ഗീബത്തുകളൊക്കെ കേൾക്കാൻ എന്തൊരു ഇൻട്രസ്റ്റാണ് നമുക്കല്ലേ. അത് കേൾക്കാൻ നമ്മളൊക്കെ ഇങ്ങനെ സുഖമായിട്ട് കേട്ടിട്ട് ആനന്ദത്തോടെ അത് എത്ര 10 മിനിറ്റായാലും 20 മിനിറ്റായാലും 30 മിനിറ്റായാലും ഫുള്ളായിട്ട് നമ്മൾ കേൾക്കും. നേരെ മറിച്ച് വേറെ നല്ല നല്ല കാര്യങ്ങളെപ്പോൾ പറയണതോ വല്ല പണ്ഡിതന്മാരും വല്ല പ്രസംഗിക്കണതോ അതൊന്നും അധികം കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. അത്രമാത്രം നമ്മുടെ കൽബുകളൊക്കെ മോശമായിപ്പോയി. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളെ ചിന്തയിലേക്കിടാൻ വേണ്ടി, എൻ്റെ ചിന്തയിലേക്കിടാൻ വേണ്ടി ഞാൻ പറയാണ്. അള്ളാഹുവിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാർ, അവരാണ് ഇൽമിൻ്റെ ബാക്താക്കൾ. കഷ്ടപ്പെട്ട് പഠിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടിട്ട് അതിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുക. ഫലാത്തക്കുൻ ഖാമിസ, ഇതൊന്നും അല്ലാതെ
അവരൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് അഞ്ചാമത്തൊരു പാർട്ടിയിൽ നീ പെടല്ല എന്ന് മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. നമ്മുടെ നേതാവ് റസൂലുള്ളയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാൻ്റെ റസൂലിൻ്റെ വാക്കുകൾക്കൊന്നും ഇന്നൊരു പ്രസക്തിയില്ല. ഇന്ന് ഏതെങ്കിലും കള്ളന്മാരോ വിതഴികളോ ഒക്കെ വന്നാൽ അതിൻ്റെ പിന്നാലെ ആ ജനങ്ങൾ പോകുക. കാരണം എന്താ? പിഴക്കാൻ എളുപ്പമാണ്, നന്നാവാൻ വളരെ പണിയാണ്. അല്ലാഹു തആല നമ്മുടെയൊക്കെ ഹൃദയം നന്നാക്കി തരട്ടെ, ഈമാനുള്ള മനക്കരുത്തുള്ള ഈമാൻ തരട്ടെ. ഇതെല്ലാവരും കേൾക്കണം, നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. നിങ്ങളിത് ഷെയർ ചെയ്യണം, നിങ്ങളിതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. വളരെ ഗൗരവത്തോടു കൂടെ ഞാനിത് നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത്. അള്ളാഹു നമുക്ക് നല്ലതൊക്കെ കേൾക്കാനും പറയാനും തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.